ക്ഷേത്ര വികസനത്തിനായി നീക്കിവെക്കപ്പെടുന്ന ഫണ്ട് ഉപയോഗിച്ച് മറ്റു പദ്ധതികൾ നടപ്പാക്കുന്നതിനെതിരെ കർശന നിലപാടുമായി തമിഴ്നാട് സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്കായി നീക്കിവെക്കപ്പെടുന്ന ഫണ്ട് മറ്റ് യാതൊരുവിധ പദ്ധതികൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വിജയ് നയിക്കുന്ന TVK സർക്കാർ. ഇതേ തുടർന്ന് ക്ഷേത്രങ്ങൾക്കായി നീക്കിവെച്ചിരുന്ന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന 246 കോടി രൂപയുടെ വികസന പദ്ധതികൾ സർക്കാർ റദ്ദാക്കുകയും ചെയ്തു. ക്ഷേത്ര വരുമാനം മറ്റ് ആഡംബര പദ്ധതികൾക്കോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുതെന്നും അത് ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മാത്രം വിനിയോഗിക്കണമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പിന്റെ കീഴിൽ വരാനിരിക്കുന്ന 46 പദ്ധതികളാണ് TVK സർക്കാർ തമിഴ്നാട്ടിൽ റദ്ദാക്കിയത്. ഇതിൽ 115.77 കോടി രൂപ ചെലവിൽ നിർമ്മിക്കാനിരുന്ന 29 വിവാഹ മണ്ഡപങ്ങളും 130.08 കോടി രൂപയുടെ 17 വാണിജ്യ സമുച്ചയ പദ്ധതികളും ഉൾപ്പെടുന്നു. നിലവിൽ റദ്ദാക്കപ്പെട്ട പദ്ധതികളിൽ ഭൂരിഭാഗവും മുൻ DMK സർക്കാരിന്റെ കാലത്ത് അനുമതി ലഭിച്ചവയായിരുന്നു. എന്നാൽ ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നില്ല. ചില പദ്ധതികൾക്ക് നിയമപരമായ തടസ്സങ്ങളും നേരിടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികൾ പൂർത്തിയാക്കുന്നത് ക്ഷേത്രങ്ങൾക്ക് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാമെന്നും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനു പകരം ക്ഷേത്രങ്ങളുടെ പൈതൃക സംരക്ഷണത്തിനും ഭക്തരുടെ ക്ഷേമത്തിനും മുൻതൂക്കം നൽകാനുള്ള നീക്കമാണ് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ തീരുമാനം. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ശുചിത്വ സംവിധാനങ്ങൾ, സുരക്ഷാ സൗകര്യങ്ങൾ തുടങ്ങിയവയ്ക്കാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ക്ഷേത്ര ഫണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കണമെന്നത് നയപരമായ തീരുമാനമാണെന്നും വാണിജ്യ പദ്ധതികൾ ക്ഷേത്രങ്ങളുടെ മതപരമായ സ്വഭാവത്തെ ബാധിക്കാമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. TVK സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശബ്ദമുയർത്തുകയുണ്ടായി. വിവാഹ മണ്ഡപങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും നിർമ്മിച്ചാൽ ക്ഷേത്രങ്ങൾക്ക് ഭാവിയിൽ വരുമാനം ലഭിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. കൂടാതെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹങ്ങൾ നടത്താൻ ക്ഷേത്രങ്ങളോട് ചേർന്ന വിവാഹ മണ്ഡപങ്ങൾ സഹായിക്കുമെന്നും അവർ പറയുന്നു. എന്നാൽ ക്ഷേത്ര സ്വത്ത് മതപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിലപാടിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട്. ഭക്തർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ക്ഷേത്രങ്ങളുടെ പരമ്പരാഗത മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതുമായിരിക്കും പുതിയ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം അടുത്ത ഘട്ടത്തിൽ ക്ഷേത്ര ഭരണ സംവിധാനത്തിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഓൺലൈൻ ദർശന ബുക്കിംഗ്, ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളും മറ്റും ഡിജിറ്റലായി സ്വീകരിക്കുന്നതിനുള്ള സംവിധാനം, ക്ഷേത്ര ഫണ്ട് ചെലവിന്റെ പൂർണ്ണ ഓഡിറ്റ് ട്രാക്കിംഗ് തുടങ്ങിയവയും ഭാവിയിൽ സജ്ജീകരിക്കപ്പെടും. ഇത് ക്ഷേത്ര ഭരണത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.